പപ്പയുടെ പ്രൊഫൈൽ പിക്ചറിന് എത്ര ലൈക്സാ കിട്ടിയിരിക്കണേ? എടാ റോയ് മോനെ, ഏതവിടെ വെച്ച് വിളിച്ചും പഠിക്കാൻ നോക്ക്. പരീക്ഷ എന്താണെന്ന് അറിയാമോ? ഒരു മാസം കഴിഞ്ഞാൽ സ്കൂൾ ഫൈനൽ എക്സാമാ. ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടൽ 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാമാ. ഓ, ഞാൻ കരുതി സ്കൂളിലെ ആണെന്ന്. സൺഡേ സ്കൂൾ എല്ലാം നിനക്കറിയാമല്ലോ. അതൊക്കെ വെച്ച് അങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ പോയി സ്കൂളിൽ എക്സാം റിവിഷൻ ചെയ്യാം. റിവിഷൻ കഴിഞ്ഞു, ഇനി സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്കേ. അത് മോനങ്ങ് അറിയാവുന്നത് വെച്ച് എഴുതിയാൽ മതി. ഇപ്പോഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. മമ്മി ഇത്തിരി വിശ്രമിച്ചിട്ട് TV ഒന്ന് കാണട്ടെ. സംശയമുള്ളത് ചോദിച്ചോ. കിഴക്കുന്നു വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ പറഞ്ഞ എന്താ? ഈ കാഴ്ച എന്ന് പറയുന്നത് ഗിഫ്റ്റ്. മോന്റെ അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നവര് ഓരോ കിറ്റ് കൊണ്ടുവന്നില്ലേ, അതിനാ. മോൻ ബാക്കി പഠിച്ചോ. യേശുവിനെ സ്നാനപ്പെടുത്തിയതാരെ? അതാരാ മമ്മി? ഓ, അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശുക്രിസ്തു ജനിച്ചത് എവിടെ? അതെവിടെ പപ്പ? അതാ സിറിയയിൽ അങ്ങോട്ടാന്നാ തോന്നണേ. നീ ആ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാറായി. എക്സാം അല്ലേ, വേദപുസ്തകം വായിച്ചേ പ്രാർത്ഥിച്ചു പോകും. ഒരു സങ്കീർത്തനെടുത്ത് വായിക്കേ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ട്. അയ്യോ, ബാക്കി വായിച്ചേ. ഇതിന്റെ ചാർജ് തീർന്നു പോയി. ബാക്കി ഓർമ്മയില്ലേ? പപ്പയെന്നോർത്ത് പറ. അത് മോനെ, വണ്ടി വരാറായി. പ്രാർത്ഥിച്ചോണ്ട് പോയിക്കേ, താമസിക്കണ്ട. എടി, സമയത്തിന് സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് അവന്ന് വന്നില്ലല്ലോ. ഓ, വരാറാവുന്നതേ ഉള്ളൂ. എത്തിയെന്നാ തോന്നുന്നേ. മോൻ സൺഡേ സ്കൂളെല്ലാം എക്സാം എല്ലാം എഴുതിയോ? എഴുതി മമ്മി. എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? യേശു ജനിച്ചത് ചോദിച്ചു, യേശു പള്ളിയിൽ പോയ കാര്യങ്ങൾ ചോദിച്ചു, യേശുവിന്റെ സ്നാനവും അത്ഭുതങ്ങളും ഒക്കെ ചോദിച്ചു. ആ, എല്ലാം മോൻ പഠിച്ചതായിരുന്നല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. ഫസ്റ്റ് കിട്ടുമോ അത് ഇപ്രാവശ്യം വല്ലവരും കൊണ്ടുപോകുമോ? ഞാൻ എല്ലാം എഴുതി മമ്മി. ആ, പോയിരുന്ന എക്സാമിന്റെ റിവിഷൻ ചെയ്യ്. ആരാ ബെല്ലടിക്കുന്നത്? ഒന്ന് പോയി നോക്കിക്കേ. ഓ, അച്ഛനാണോ? ഇരിക്കേ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അച്ഛോ. അച്ഛ, പള്ളിക്കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഉള്ളത് പറയാലോ, പ്രസംഗത്തിൽ പുതിയ പോയിന്റ് ഒന്നുമില്ല. ആഴ്ചയിൽ 3 ദിവസം മീറ്റിംഗ്. അത് കുറച്ച് കൂടുതലാ. അത് 2-3 മണിക്കൂറേ. ഇരുന്നിരുന്ന് മടുക്കും. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലും ടിവിയിലും എല്ലാം കിട്ടും. സമയവും ലാഭം. ടൈം ഇസ് മണി എന്നല്ലേ? അതൊക്കെ പോട്ടെ, നമ്മുടെ മോനിവിടെ. ഡാ റോയ് മോനെ, നീ ഇങ്ങ് വന്നേ. ഈശോ സ്തുതിയായിരിക്കട്ടെ അച്ചു. സൺഡേ KTCന്റെ റിസൾട്ടൊക്കെ വന്നല്ലോ. ആ രാജുവിന്റെ മോന് ഫസ്റ്റ് ഉണ്ട്. നിന്റെ മോൻ പരീക്ഷ എഴുതിയില്ലേ? എഴുതിയല്ലോ. ചിലപ്പോ സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് സണ്ണിക്കാ. എടാ, നീ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതി മമ്മി, ഒന്നുപോലും വിട്ടില്ല. ആഹാ, പിന്നെന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. സ്കൂളിൽ എക്സാമിന്റെ ഇടയിൽ പഠിപ്പിച്ചതാ. ടീച്ചറെ, റോയ് മോനെല്ലാം എഴുതിയെന്നാണല്ലോ പറയണേ. പിന്നെ മാർക്ക് എങ്ങനെ ഇങ്ങനെ പറഞ്ഞേ? എഴുതിയതനുസരിച്ച് മാർക്ക് ഇടാൻ പറ്റും. റോമാൻ എന്തൊക്കെ എഴുതിയിരിക്കണേന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ആ, ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ റോയ്മോൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അവ മിടുക്കനാ. പക്ഷേ അതൊന്നും പേപ്പറിലില്ല. ആ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ഒരു തർക്കം? അത്
എക്സാമിൽ റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇതെന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറുടെ കയ്യിൽ ആ ചോദ്യ പേപ്പർ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ റീടെസ്റ്റ് ഇടാം. എന്താ? ആ അത് മതി അത് മതി. റോയ് മോനെ, നീ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്ന്. ആദ്യത്തെ ചോദ്യം, എരിവും അതിൽ തകർത്തത് ആര്? ഞാനല്ല. ആ ഐസക്കും ജോലും എപ്പോഴും അതിലേക്ക് കിടന്ന് ചാടും. അവന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. എന്റെ റോയ്മോൻ അങ്ങനെ നശീകരണം ഒന്നും ചെയ്യില്ല. ഗുഡ് ബോയ് അവൻ. ഇനി അഥവാ അവൻ അത് വല്ലതും തകർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ അങ്ങനെ തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? ഇത് ബൈബിളിലത്തെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസ് എങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ? എന്നിട്ട് എന്ത് പറ്റി? ഹൗവ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അതനുസരിച്ചു. അതാണ് സംഭവിച്ചത്. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴിയിൽ. ആ, അത് പോട്ടെ. ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാമല്ലോ. ഇനി അടുത്തത്. വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ സമർപ്പിച്ചു? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. മോനെ, മമ്മി പറഞ്ഞില്ലേ വീട്ടിലെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കണ പോലെയാണെന്ന്. ഇനി അടുത്തത്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണം എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. എടാ റഹ്മാനെ, നീ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? എന്തായാലും ഇത്രയൊക്കെ ആയി. ഇനി മുഴുവൻ ഉത്തരങ്ങൾ കേൾക്കാം. യേശുവിൻ്റെ ഒരു ഉപമയോ അല്ലെങ്കിൽ ഒരു അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. അതൊരു വലിയ ഉത്തര. ഞാൻ എൻ്റെ ഉത്തര പേപ്പറിൽ നന്നായി എഴുതിയിട്ടുണ്ട്. ഉത്തര പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. യെരുശലേമിൽ നിന്നും എരിഹോയിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായി. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ഡിഷും ഡിഷും മൃതപ്രയനാക്കി കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ച 12 കൊട്ട നിറച്ചെടുത്തു. അതിലൊരു കൊട്ട ഇസ്കറിയത്ത യൂദ കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. എന്തായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഇനി ബാക്കിയും കൂടി വായിക്കണോ? വേണ്ട, മതിയായി. എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ടീച്ചറെ, എനിക്ക് തെറ്റുപറ്റി. വേദപാഠത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കണമായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരു അംശമെങ്കിലും ശ്രമം വേദപഠനത്തിന് മാതാപിതാക്കൾ ചെലവഴിച്ചാൽ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും. അതോടുകൂടെ വേണ്ട